ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പറയുന്നത്, മഹാഭാഗവതത്തിലെ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ഭക്തിയോടുകൂടി നിങ്ങളിരുന്ന് ഈ ഭാഗം അവസാനം വരെ കേൾക്കണം. ഇന്ന് നമ്മൾ പറയുന്ന ഭാഗം യദുവംശത്തിൻ്റെ നാശമാണ്. ഭഗവാന്റെ സ്വർഗാരോഹണം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും അതാതു ദിവസം തന്നെ കഥ കേട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഭഗവാൻ തൻ്റെ പ്രജകൾക്ക് യാതൊരു അല്ലലും കൂടാതെ എല്ലാ ഐശ്വര്യത്തോടും കൂടി അങ്ങനെ ദ്വാരകയെ പരിപാലിച്ചു കൊണ്ട് വരികയാണ്. ആ സമയം സ്വാഭാവികമായും യാദവന്മാരെല്ലാവരും വലിയ അഹങ്കാരികളായി തീർന്നു. അതുമാത്രമല്ല, അവർക്കൊരു സ്വഭാവം കൂടി വന്നിരിക്കുന്നു. എന്താണ് ആ സ്വഭാവം? മദ്യപാന സ്വഭാവം. അവര് അഹങ്കാരികളും മദ്യപാന ആസക്തരുമായി തീർന്നു യാദവന്മാർ. കൃഷ്ണപുത്രന്മാർ പോലും ധർമ്മനീതികളിൽ നിന്നും വ്യതിചലിച്ചു ജീവിക്കുവാൻ തുടങ്ങി. അക്രമങ്ങളും അധർമ്മങ്ങളും ദ്വാരകയിൽ ഉടനീളം നടക്കാൻ തുടങ്ങി. അങ്ങനെ യാദവന്മാരുടെ ജനസംഖ്യ പോലും ക്രമാതീതമായി വർദ്ധിച്ചു. തൻ്റെ വംശത്തിൻ്റെ ദയനീയമായ ഈ അധപ്പതന അവസ്ഥ കണ്ടിട്ട് ഭഗവാൻ വിചാരിക്കുകയാണ്, ഭാരതയുദ്ധം മൂലം ഒട്ടനവധി ദുഷ്ടന്മാരെ വധിച്ച് ഭൂമിയുടെ ഭാരം ഞാൻ കുറച്ചു. ഇപ്പോൾ എൻ്റെ വംശത്തിലാണ്, എൻ്റെ വംശത്തെ കൊണ്ടാണ് ഭൂമിക്ക് ഭാരം വർദ്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വംശത്തെയും അവസാനിപ്പിക്കണം. അതാണ് നീതി. എനിക്ക് പുത്രന്മാരെന്നോ മിത്രങ്ങളെന്നോ അങ്ങനെയുള്ള യാതൊരു ബന്ധങ്ങളുമില്ല. ഞാൻ നിഷ്കളങ്കനും നിരുപാധികനുമാണ്. എൻ്റെ കാരണത്തിൽ ചെന്നു ചേരേണ്ട സമയവും എനിക്കായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഞാൻ മഹാവിഷ്ണുവിൽ വിലയം പ്രാപിക്കേണ്ടുന്ന സമയമായിരിക്കുന്നു. ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചിന്തിക്കുകയാണ്. സാഗരത്തിൽ നിന്നും ഉദ്ധരിച്ച് ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ അത്ഭുത ശില്പ വൈഭവത്താൽ അരയാമം കൊണ്ട് ലോകോത്തര സുന്ദര നഗരിയാക്കി തീർത്ത ഈ ദ്വാരകയ്ക്ക് 8 പന്തീരാണ്ടു കാലത്തെ ആയുസ്സേ ഞാൻ വിധിച്ചിട്ടുള്ളൂ. എൻ്റെ മൂലകാരണമായ വിഷ്ണുവിൽ ഞാൻ ലയിക്കുന്നതിനോടൊപ്പം ഈ ദ്വാരകയും നശിക്കണം. അതിന് ബാഹ്യമായി ശാപം എന്ന ഒരു കാരണവും സൃഷ്ടിക്കണം എന്ന് കൃഷ്ണൻ വിചാരിക്കുകയാണ്. കാരണം എന്തിനും ഒരു കാരണം വേണമല്ലോ. അങ്ങനെ ഒരു ശാപം ഇവിടെ ഉണ്ടാകണം എന്ന് കൃഷ്ണൻ ചിന്തിക്കുന്നു. അങ്ങനെ എല്ലാം ചിന്തിച്ചുറച്ച് ആ സനാതനമൂർത്തി സാക്ഷാൽ ശ്രീകൃഷ്ണൻ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കുന്നു. അതായത് ഒരു ശാപം ഉടനെ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ അങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം കശ്യപൻ, ഭൃഗു, ഭരദ്വാജൻ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, കണ്വൻ എന്നീ ഋഷിമാര് ഭഗവാനെ കാണുന്നതിനായിട്ട് എവിടേക്ക് വരുന്നു? ദ്വാരകയിലേക്ക് വരുന്നു. ദ്വാരക ദർശിക്കണമെന്നുള്ള മോഹം അവരുടെ മനസ്സിൽ ഒരേ സമയത്താണ് ഉണ്ടായത്. ഭൂലോക വൈകുണ്ഠമാണ് ദ്വാരകയെന്ന് അവർക്ക് തോന്നി. അതനുസരിച്ചിട്ട് അവര് ദ്വാരകയ്ക്ക് പുറപ്പെട്ടു.
ഓരോരുത്തരായിട്ടാണ് പുറപ്പെട്ടത് എങ്കിലും മാർഗമധ്യേ അവരെല്ലാവരും ഒന്നിച്ചുകൂടി. അപ്രതീക്ഷിതമായ ഒരു അത്ഭുത സമാഗമം. ആ സമയം അവർക്ക് അങ്ങനെയാണ് തോന്നിയത്. അവരങ്ങനെ ദ്വാരക ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. താടിക്കാരായ കുറെ സന്യാസിമാർ ദൂരെ നിന്ന് വരുന്നത് കണ്ടിട്ട് അവരെ ശരിക്കൊന്ന് കളിയാക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഏതാനും ചില യാദവന്മാർ കൃഷ്ണപുത്രനായ സാമ്പനെ, സാമ്പൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ജാംബവതിയുടെയും പുത്രനാണ് സാമ്പൻ. സാമ്പനെ ഒരു പെണ്ണിന്റെ വേഷം അണിയിച്ചിട്ട് വയറ്റത്ത് കുറെ തുണിയും വെച്ച് മുഴപ്പിച്ചു കെട്ടുന്നു. ഇപ്പോൾ കണ്ടാല് ഒരു നിറഗർഭിണി. അങ്ങനെ കൂട്ടുകാരെല്ലാവരും കൂടിച്ചേർന്ന് ഈ സാമ്പനെ ഈ മഹർഷിമാരുടെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ലയോ മഹർഷികളെ, നിങ്ങൾ ത്രികാലജ്ഞാനികളാണല്ലോ. ഇവൾ പ്രസവിക്കുന്നത് ആണോ പെണ്ണോ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. മഹർഷിമാർക്ക് കാര്യം മനസ്സിലായി. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്നിട്ട് അവരിൽ ഒരാൾ ശാപരൂപത്തിൽ പറയുകയാണ്, ഇവൾ ഉടൻ തന്നെ ഒരു ഇരുമ്പുലക്കയെ പ്രസവിക്കും. അതുമൂലം നിങ്ങളുടെ വംശം നശിക്കുകയും ചെയ്യുമെന്ന് അവരിൽ ഒരാള് ശപിക്കുന്നു. സാമ്പനും കൂട്ടുകാരും അത് കേട്ട് പരിഹാസത്തോടുകൂടി കൂക്കി വിളിച്ച് അട്ടഹസിച്ചു. മഹർഷിമാര് അതൊന്നും ശ്രദ്ധിച്ചില്ല. അവര് കൃഷ്ണനെ ചെന്നു കണ്ട് ഭഗവാനെ നമസ്കരിച്ച് സംഭാഷണങ്ങളൊക്കെ ചെയ്ത് അനുഗ്രഹങ്ങളുമൊക്കെ വാങ്ങി പുറപ്പെടുന്ന സമയത്ത് ഇങ്ങനെയൊരു സംഭവം നടന്നു, ഞങ്ങൾ ശപിച്ചു എന്നുള്ള കാര്യം കൂടി അദ്ദേഹത്തെ ധരിപ്പിക്കുന്നു. നല്ലതു തന്നെ, എൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു, അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഭഗവാനും അപ്പോൾ അരുളി ചെയ്യുന്നു. ഈ സാമ്പനും കൂട്ടുകാരും ഇങ്ങനെ ആർത്ത് അട്ടഹസിച്ചു നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ ഈ സാമ്പന്റെ വയറ് വേദനിക്കുവാൻ തുടങ്ങി. അതികഠിനമായ വേദന. അങ്ങനെ ആ വേദനയുടെ ഒടുവിൽ സാമ്പന്റെ വയറ് പിളർക്കുകയും ഒരു ഉലക്ക ആ ഉലക്കയെ പ്രസവിക്കുകയും ചെയ്യുന്നു. അത് കണ്ടതും കൂട്ടുകാരെല്ലാവരും ഭയപ്പെട്ടു. അവര് ഓടി കൃഷ്ണന്റെ അടുക്കലേക്ക് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ രാജാവല്ല, വേഗം പോയി ഉഗ്രസേന മഹാരാജാവിനോട് പറയൂ, അദ്ദേഹം എന്തെങ്കിലും ചെയ്തു തരുമെന്ന് കൃഷ്ണൻ പറയുന്നു. അങ്ങനെ കൃഷ്ണൻ ഉപേക്ഷിച്ചത് കൊണ്ട് അവരെല്ലാവരും കൂടി എവിടേക്കോടി? ഉഗ്രസേനനെ കാണാനായിട്ട് പോയി. ഉഗ്രസേനനെ ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ ഒരു നിവർത്തിയും ഉണ്ടാക്കി കൊടുത്തു. എന്താണ് പറഞ്ഞത്? ആ ഇരുമ്പുലക്ക ഉടൻ തന്നെ രാഗി പൊടിയാക്കി കടലിൽ കലക്കിക്കൊള്ളാനാണ് പറഞ്ഞത്. സമുദ്രജലത്തിൽ കലങ്ങി ലയിച്ചു പോയാൽ ശാപം ഫലിക്കുകയില്ല എന്നായിരുന്നു ശുദ്ധാത്മാവായ അദ്ദേഹത്തിന്റെ വിശ്വാസം. അങ്ങനെ ഉഗ്രസേന മഹാരാജാവിന്റെ കൽപ്പന പ്രകാരം ആ ഇരുമ്പുലക്ക എല്ലാവരും കൂടി ചേർന്നിരുന്ന് രാഗി പൊടിച്ച് കടലിൽ കലക്കി. രാഗി വന്നപ്പോൾ അതിൻ്റെ അവസാനം ഒരംശം അവശേഷിച്ചു. അവരതെടുത്ത് എന്തു ചെയ്തു? കടലിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്തു. ഒരു വലിയ തെളിച്ചത്തോടു കൂടിയാണ് ആ ഇരുമ്പ് കഷ്ണം, ആ ഉലക്ക കഷ്ണം വെള്ളത്തിലേക്ക് വീണത്. ആ ഇരുമ്പ് കഷ്ണം ഭക്ഷണമാണ് എന്ന് കരുതിയിട്ട് അപ്പോൾ തന്നെ അത് ഒരു മത്സ്യം കൊത്തി വിഴുങ്ങുകയും ചെയ്തു. ആ മത്സ്യത്തെ ഒരു മുക്കുവന് വലയിൽ കിട്ടി. ആ മുക്കുവൻ അതിനെ വിൽക്കാനായി കൊണ്ടുവന്നപ്പോൾ ജരൻ എന്ന ഒരു വേടൻ അതിനെ വിലയ്ക്ക് വാങ്ങുന്നു. ആ മത്സ്യത്തെ പാകം ചെയ്യാനായി അതിനെ കീറിയപ്പോൾ വയറ്റിനകത്ത് ഒരു ഇരുമ്പ് കഷ്ണം ഇരിക്കുന്നത് കണ്ട്
അതിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഈ ജരൻ എന്ന വേടൻ ഒരു അമ്പുണ്ടാക്കുന്നു. ആ അമ്പിന്റെ അറ്റത്ത് ആ മൂർച്ചയുള്ള കഷ്ണം വെക്കുന്നു. ഈ കടലിലേക്ക് രാഗി പൊടിച്ചിട്ട ആ ഇരുമ്പ് ഉലക്കയുടെ ആ പൊടികൾ അത് തിരമാലയാൽ വീണ്ടും മണൽ പ്രദേശത്തേക്ക് ഒഴുകി വരികയും അത് പിന്നീട് മൂർച്ചയുള്ള ഏരക പുല്ലുകളായി മാറുകയും ആ പുല്ലുകൾ കടൽ തീരം മുഴുവനും പടർന്നു പിടിച്ച് തഴച്ചങ്ങനെ വളരുന്നു. നിങ്ങൾക്ക് ആ കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അങ്ങനെ സങ്കല്പിക്കണം. അങ്ങനെ ദ്വാരകയിൽ അധർമ്മം നിറഞ്ഞിരിക്കുകയാണ്. ദുഷ്ടന്മാരെ കൊണ്ട് പുറുതി മുട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തില് ദ്വാരകയിലേക്ക് ആരെത്തിച്ചേരുന്നു? നാരദ മഹർഷി എത്തിച്ചേരുന്നു. നാരദ മഹർഷിക്ക് അറിയാം ഭഗവാന്റെ സ്വർഗാരോഹണത്തിനുള്ള സമയം ആയിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഭഗവാനെ കാണാതെ വസുദേവരെയാണ് ചെന്ന് ആദ്യം കാണുന്നത്. എന്നിട്ട് വസുദേവർക്ക് ചില ഉപദേശങ്ങളൊക്കെ നൽകുന്നു. വസുദേവനും ദേവകിയും കശ്യപന്റെയും അതിഥിയുടെയും പുനർജന്മങ്ങളാണെന്നും കൃഷ്ണൻ മഹാവിഷ്ണു ആണ് എന്നുള്ള രഹസ്യം അവരോട് പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയം ആകാശത്ത് ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും എല്ലാവരും അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. കാരണം ലോകാനന്ദമൂർത്തിയുടെ സച്ചിദാനന്ദമൂർത്തിയുടെ സ്വർഗാരോഹണത്തിനുള്ള സമയമായിരിക്കുന്നു എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു പുണ്യകരമായ കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ട് ദേവന്മാരും ഗന്ധർവന്മാരും എല്ലാം ആകാശത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് ബ്രഹ്മദേവൻ എല്ലാവരോടുമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ബ്രഹ്മദേവൻ പറയുകയാണ്, അനവധി അവതാരങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്ര ശ്രേഷ്ഠമായ ഒരു പുണ്യമായ അവതാരം കൃഷ്ണ അവതാരമല്ലാതെ മറ്റൊന്ന് അല്ല. ആ സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവന്മാരോട് പറയുകയാണ്, അല്ലയോ ദേവന്മാരെ, ഇന്നിപ്പോൾ യദുക്കൾക്ക് വീര്യവും ശൗര്യവും വർദ്ധിച്ചിരിക്കുന്നു. അവർ ചെയ്യുന്ന അധർമ്മങ്ങളാൽ ധരണീദേവിക്കുള്ള ഭാരവും അതിദുസ്സഹമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ ഉടനെ യദുവംശം മുഴുവനും നശിപ്പിക്കും. എനിക്ക് വേണ്ടി ക്ഷണനേരം കൊണ്ടുണ്ടായ ദ്വാരക എൻ്റെ അന്തർധാനത്തോടു കൂടി ആഴിയിൽ താഴ്ന്നു പോവുകയും ചെയ്യും. ഞാനും എൻ്റെ കാരണമായ വിഷ്ണുവിൽ ഉടൻ തന്നെ ലയിക്കുന്നതാണ്. എൻ്റെ അവതാര ഉദ്ദേശം മുഴുവനും തീർന്നിരിക്കുന്നു. ഞാൻ അവതരിച്ചിട്ട് 106 വർഷമായി. ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവന്മാരോട് പറയുന്നു. അത് കേട്ടതും ദേവന്മാരെല്ലാവരും ഭഗവാനെ വന്ദിക്കുന്നു. എന്നിട്ട് എല്ലാവരും ഭഗവാന്റെ സ്വർഗാരോഹണം കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ദ്വാരകയില് ധാരാളം ദുർനിമിത്തങ്ങളും ദുശകുനങ്ങളും കാണപ്പെട്ടു. പാരിജാതവും ഇന്ദ്രസഭയും സ്വയം ആകാശത്തിലേക്ക് ഉയർന്നു പോയി. പാഞ്ചജന്യം മുഴക്കുവാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രണവനാദത്തിനോടൊപ്പം അപശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. പൂജാദ്രവ്യങ്ങളിൽ കൃമി നുരയ്ക്കുക, ആകാശത്തിൽ സദാ കുള്ളിമീനുകൾ കാണപ്പെടുക എന്നിങ്ങനെയുള്ള ദുർനിമിത്തങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരെയും അതുപോലെ തന്നെ മറ്റുള്ള യാദവ പ്രമാണികളെയും ജ്യേഷ്ഠനായ ബലരാമനെയും ഉഗ്രസേനനെയും ഒക്കെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് പറയുകയാണ്, നാശസൂചകങ്ങളായ ദുർനിമിത്തങ്ങളാണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത്. മുനിശാപത്തിന്റെ ഫലമായിട്ടാണോ
ഇങ്ങനെ കാണപ്പെടുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഭഗവാൻ എല്ലാവരോടും പറയുകയാണ്. ഭഗവാൻ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞിട്ടും ആരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. അങ്ങനെ ആ സദസ്സ് അവിടെ പിരിയുന്നു. പിന്നീട് ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദ്വാരക നശിക്കുവാനുള്ള സമയമായിരിക്കുന്നു. യദുവംശം നശിക്കുക തന്നെ ചെയ്യും. ദ്വാരക നശിക്കുമ്പോൾ അവശേഷിക്കുന്ന കുട്ടികളെയും സ്ത്രീകളെയും രക്ഷിക്കുവാൻ കെൽപ്പുള്ളവൻ അവൻ പാർത്ഥൻ മാത്രമാണ്. ഇങ്ങനെ ചിന്തിക്കുകയാണ് ഭഗവാൻ. എന്നിട്ട് കൃഷ്ണൻ തൻ്റെ സാരഥിയായ ദാരുകനെ വിളിക്കുന്നു. എന്നിട്ട് ദാരുകനോട് പറയുകയാണ്, ദാരുക, പെട്ടെന്ന് തന്നെ ഹസ്തിനപുരിയിൽ പോയി അർജുനനെ വിളിച്ചു കൊണ്ടുവരണം. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. പെട്ടെന്ന് തന്നെ ദാരുകൻ രഥത്തിൽ കയറി ഹസ്തിനപുരിയിലേക്ക് പോയി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ചിന്തിക്കുന്നു, പാർത്ഥൻ ഉടൻ തന്നെ വരും. പക്ഷേ പാർത്ഥൻ വരുന്നതിനു മുമ്പ് തൻ്റെ സ്വർഗാരോഹണം പൂർത്തിയാകണം. അങ്ങനെ ഭഗവാൻ ചിന്തിക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി എന്ത് സംഭവിക്കുന്നു? ഭഗവാന്റെ സ്വർഗാരോഹണം അടുത്തു വരുന്നു. ഭഗവാൻ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിച്ചു കൊണ്ട് പോകുന്നതിന് വേണ്ടി അർജുനനെ വിളിച്ചു കൊണ്ടുവരാൻ തൻ്റെ സാരഥിയായ ആരെ അയക്കുന്നു? ദാരുകനെ അയക്കുന്നു. എന്നിട്ട് അർജുനൻ വരുന്നതിന് മുമ്പ് തൻ്റെ സ്വർഗാരോഹണം നടക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നാളെ നോക്കാം. നിങ്ങളെല്ലാവരും നാളത്തെ ഭാഗത്തിനായിട്ട് കാത്തിരിക്കണം. ഇനിയുള്ള കുറച്ചു ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ എല്ലാവരും കേൾക്കണം. എത്ര സമയമില്ലെങ്കിലും നിങ്ങളെല്ലാവരും ആ ഭാഗം കേട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഐശ്വര്യം എല്ലാവർക്കും ഉണ്ടാകും. ഈ കലിയുഗത്തിൽ കഥ പറയാനും കഥ കേൾക്കാനും നാമം ജപിക്കുവാനും മാത്രമേ നമുക്ക് കഴിവുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർക്കുക. ഭഗവാനെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.